വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ് അറബിക്ക് 2ാം പാദവാർഷിക പരീക്ഷ 2025 ചോദ്യപേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറുകളുമാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്കിന്ന് പ്രാവശ്യം വലിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയത് അല്ലേ? എങ്കിലും കുറച്ചൊക്കെ എളുപ്പമുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യപേപ്പറായിരുന്നു. നമുക്ക് ഓരോ ചോദ്യങ്ങളും വായിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം, നഖ്റ ഉൽ ഫിക്ര വനുജീബ്, പാരഗ്രാഫ് വായിച്ച് ഉത്തരം കൊടുക്കുക എന്നുള്ളതാണ്. മുനീറുൻ ദാരിസുൻ ഫി സഫി സാബിയ, മുനീർ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വഹുവ അരീഫുൽ മദ്രസ, അവൻ സ്കൂൾ ലീഡറാണ്. യൗമൻ ഖാലലി അസ്തിഖാഇ, ഒരു ദിവസം അവൻ കൂട്ടുകാരനോട് പറഞ്ഞു, ലീ ഫിക്ര, ഐ ഹാവ് ആൻ ഐഡിയ, എനിക്കൊരു ഐഡിയ ഉണ്ട്. മാ റഅയ്യുക്കും ഫി തൻലീഫിൽ ജദ്വൽ, നമുക്ക് കുളം വൃത്തിയാക്കാം അല്ലെങ്കിൽ തോട് വൃത്തിയാക്കാം. ഫി കരീബിൽ മദ്രസ, സ്കൂളിൻ്റെ അടുത്തുള്ള തോട്. ഫി യൗമി മീലാദി ഗാന്ധി, ഗാന്ധി ജയന്തിൻ്റെ അന്ന്. എന്നാണ് ഗാന്ധി ജയന്തി? ഒക്ടോബർ 2. വാഫഖു ജമിയൻ, എല്ലാവരും അത് അംഗീകരിച്ചു. ഷാറക്ക മഅഹും ബഅദു ശബാബ്, കുറച്ച് യുവാക്കൾ അവരുടെ കൂടെ കൂടി. മിനൽ ഖറിയ, ഗ്രാമത്തിലെ. വനല്ലഫു വൽ ജദ്വൽ, അവർ തോട് വൃത്തിയാക്കി. മിനൻ നുഫായാത്ത്, വേസ്റ്റിൽ നിന്ന്. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞെന്ത്? ലൻ നുലവ്വിസൽ ബിയ, ഞങ്ങൾ ഒരിക്കലും എന്ത് വൃത്തികേടാക്കില്ല, പരിസ്ഥിതി വൃത്തികേടാക്കില്ല, മലിനമാക്കില്ല. നഹ്നു നഹ്മി മഹാമവാരിദൽ മിയാഹ്, നമ്മൾ എന്ത് ചെയ്യും? വാട്ടർ സോഴ്സിനെ സംരക്ഷിക്കും. നഹ്നു നുഹാഫിദു അല ത്വബിയ, നമ്മൾ എന്ത് ചെയ്യും? പ്രകൃതിയെയും സംരക്ഷിക്കും. അതിലെ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഫി അയ്യി യൗമിൻ യഹ്തഫിലു മീലാദി ഗാന്ധി, ഗാന്ധി ജയന്തി എന്നാണ്? ഇതിൽ പറഞ്ഞല്ലോ അല്ലേ? ഒക്ടോബർ 2. ഏതാണ്? ഒക്ടോബർ 2 ഉത്തരം. ആ ഉത്തരം ഇവിടെയുണ്ട്, കണ്ടോ? നസിൽ ബൈനൽ ഉമൂദൈൻ, എന്ത് ചെയ്യാം? പരസ്പരം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഹുവ അവൻ, നഹ്നു ഞങ്ങൾ, ഹും അവർ, ലൻ ഒരിക്കലുമില്ല. അപ്പോൾ ഇതിൽ ഹുവ അവൻ ഒരാളെന്ന് പറയുമ്പോൾ ഹുവ അരീഫുൽ മദ്രസ, അത് നമ്മുടെ ഈ പാരഗ്രാഫിലുണ്ട്. ഹുവ അരീഫുൽ മദ്രസ ആണ്, കണ്ടോ? സിമ്പിൾ അല്ലേ? പിന്നെ നഹ്നു നഹ്മി അൽ മവാരിസ്, ഒക്കെ പാരഗ്രാഫിലുള്ള പോലെ തന്നെ. ഹും വാഫഖു, അവർ എല്ലാവരും ഒന്നിച്ചു അല്ലേ? ഹും ഉണ്ട് ഇതിൽ, ഹും എന്നില്ല, പക്ഷെ ഇവിടെ ഇതിൽ ഹും വെച്ചാൽ നല്ലതാവും കേട്ടോ. പിന്നെ ലൻ വന്നു കഴിഞ്ഞാൽ നുലവ്വിസ എന്ന് വരണം. അപ്പോൾ ഇതിലേക്ക് ചേർക്കും. ഇങ്ങനെയാണ് മാച്ച് ചെയ്ത് എഴുതേണ്ടിയിരുന്നത്. അടുത്ത ചോദ്യം, നുഅദ്ദുൽ ലാഫിതാത്ത് അനിൽ ബിഅ, പ്രകൃതിയെക്കുറിച്ച് കുറച്ച് ലാഫിത്തകൾ തയ്യാറാക്കുക, പ്ലക്കാർഡുകൾ. ഇവിടെ ഒരെണ്ണമുണ്ട്, നഹ്നു നുഹാഫിദു അല ത്വബിയ, നമുക്ക് പ്രകൃതി സംരക്ഷിക്കാം. ഇതേപോലെ 2-3 വാചകങ്ങൾ നമ്മുടെ പാരഗ്രാഫിലുണ്ട്, അത് തന്നെ എഴുതിയാൽ മതി. നഹ്നു നഹ്മി മവാരിദൽ മിയാഹ്, ഇത് നമ്മുടെ പാരഗ്രാഫിൽ നഹ്നു നുഹാഫിദു അല ത്വബിയ. ലൻ നുലവ്വിസൽ ബിയ, ഞങ്ങൾ ഒരിക്കലും പരിസ്ഥിതി വൃത്തികേടാക്കില്ല. അങ്ങനെയുള്ള സെൻറ്റൻസുകൾ ഇവിടെ ഇങ്ങനെ പ്ലക്കാർഡിൽ എഴുതി കൊടുക്കാം. ഓക്കെ. അടുത്തത്, നക്തുബ് തഅലീകം മുനാസിബൻ ലിസ്സൂറ, ഈ ചിത്രത്തിന് അനുയോജ്യമായ ഒരു തഅലീഖ് കൊടുക്കണം. നമ്മളിതിനെ അല്ലേ, തഅലീഖ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അന്നഹ്റു മലീഉൻ അല്ലേ, അന്നഹ്റു മലീഉൻ ബിൻ നുഫായാത്സ്, വേസ്റ്റ് നിറഞ്ഞു കിടക്കുകയാണെന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. മലീഉൻ എന്ന വാചകം വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അടുത്ത 2ാമത്തെ പ്രവർത്തനം, നഖ്റ വനുജീബ്, വായിച്ചുത്തരം കൊടുക്കുക എന്നുള്ളതാണ്. ഹാവല അസ്തിക മുനീറിൻ്റെ കൂട്ടുകാർ ശ്രമിച്ചു. അല തഹരീഖ് നുഫായ, വേസ്റ്റ് കത്തിക്കാൻ. വദഫിനിൽ മവാദിൽ പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്താണ് കുഴിച്ചു മൂടാൻ. അപ്പോൾ ഖാല മുനീർ, അപ്പോൾ മുനീർ പറഞ്ഞു, ആരോട് പറഞ്ഞു? ലി അസ്തികാഹി, കൂട്ടുകാരോട് പറഞ്ഞു. തഹരീഖ് നുഫായാത്തി മവാദിൽ പ്ലാസ്റ്റിക്കിയ, പ്ലാസ്റ്റിക് സാധനങ്ങൾ വേസ്റ്റ് കത്തിക്കുന്നത് യദുറുന ജമിയ, നമ്മളെല്ലാവരെയും ദോഷമായി ബാധിക്കും. വദഫ്നുഹ യുഫ്സിദുൽ അർള്, അതിനെ കുഴിച്ചു മൂടുന്നത് ഭൂമിക്ക് ദോഷമാണ്. സഅലു, അവർ ചോദിച്ചു, ഇതൻ മാതാ നഫ്അലു ബിഹി, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫഖാല മുനീർ പറഞ്ഞു, നഫ്രിസുഹാ പോലെ, നമുക്കത് സോർട്ട് ചെയ്യാം.
ഇവിടെ ചോദ്യങ്ങൾ നുക്കുമിൽ ബിസഹി ശരിയായി പൂരിപ്പിക്കും. തഹ്രീഖ് മവാദിൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ കത്തിക്കുന്നത് നമ്മളെല്ലാവരെയും സഹായിക്കും, നമ്മളെ ദോഷകരമായിരിക്കും അല്ലേ. എളുറിനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. വദഫുനുഹ അതിനെ കുഴിച്ചു മൂടുന്ന എന്ത് ചെയ്തിട്ടും യുഫ്സ് നശിപ്പിക്കും, എൻഫോ ഉപയോഗപ്പെടും അല്ലേ. ഏതാ വരിക? യുഫ്സ്. ഓക്കെ. അടുത്തത് നുമയ്യിസ് വനക്തുബ്. ഇത് സോർട്ട് ചെയ്ത് എഴുതാൻ വേണ്ടി, അതായത് തിരിച്ചെഴുതുക. ഇവിടെ കുറച്ച് തിൽഫാസുൽ ഹരിബ് കേടുവന്ന TV, സുഹൂൻ വർക്കിയ പേപ്പർ ഗ്ലാസ്, പേപ്പർ പ്ലേറ്റ്, ഉലബുൽ ഹലീബ് പാലിൻ്റെ പാക്കറ്റ്, അൽ ജവ്വാലാത്തുൽ ഹരിബ കേടുവന്ന മൊബൈൽസ്, അൽ കാറൂറാത്തുൽ പ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് കുപ്പികൾ, അദ്ദഫാത്തുൽ കദീമ പഴയ നോട്ടുകൾ. അപ്പം ഇതൊക്കെ എന്ത് ചെയ്യണം? തിരിക്കണം. എങ്ങനെ തിരിക്കണം? നുഫായാത്ത് മൊവാരിദിൽ പ്ലാസ്റ്റിക്കിയ പ്ലാസ്റ്റിക് സാധനങ്ങൾ, അന്നുഫായാത്തുൽ വർക്കിയ പേപ്പർ സാധനങ്ങൾ, അന്നുഫായാത്തുൽ ഇലക്ട്രോണിക് വേസ്റ്റുകൾ. ഇതിലേക്ക് എങ്ങനെ ചേർക്കാം? പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഉലബുൽ ഹലീബ് അല്ലേ, പിന്നെ ഏതാണ് പ്ലാസ്റ്റിക്? അൽ കാറൂറാത്തുൽ പ്ലാസ്റ്റിക്കിയ. ഓക്കെ. പിന്നെ ഏതാ? കഴിഞ്ഞോ? അത്രേ ഉള്ളൂ അല്ലേ. പിന്നെ ഞാൻ നുഫായാത്തുൽ വറക്കിയ എന്നുള്ളത് എന്തിൽ വരിക? നുഫായാത്തുൽ വറക്കിയ, സുഹൂനും വറക്കിയ പേപ്പർ ഗ്ലാസ്, പിന്നെ അദ്ദഫാത്തുൽ കദീമ. ഇനി ഇലക്ട്രോണിക് വേസ്റ്റ് ഏതാ? തിൽഫാസുൽ ഹരിബ് അല്ലേ, കേടുവന്ന TV, പിന്നെ മൊബൈൽ. ഇത് രണ്ട് ഇതിലേക്ക് കയറും. ഈ രീതിയിലാണത് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? അടുത്തത് നമുക്ക് നോക്കാം. നഖ്റഉ തസ്രീഹാത താലിയ വ നഖ്താറു മജ്മുഅത്തുൽ ഇജാബത്ത് സഹിഹ. ഇവിടെ താഴെയുള്ള പ്രസ്താവനകൾ വായിച്ചിട്ട് അതിലെ ശരിയായ ഗ്രൂപ്പ് ഏതാണെന്ന് പറയണം അല്ലേ. ഒന്നാമത് നർമിൻ നുഫായാത്ത് ഇല നഹർ, വേസ്റ്റ് നമുക്ക് നദിയിലേക്ക് വലിച്ചെറിയാം. ലാ തഹരിക്കൻ നിഫായാത്ത് വലാ തുദ്ഫിനുഹ, എന്താണ്? വേസ്റ്റ് നിങ്ങൾ കത്തിക്കരുത്, അതിന് കുഴിച്ചു മുടുകയും ചെയ്യരുത് അല്ലേ. ഇത് തെറ്റായ പ്രസ്താവനയാണ്. ഇത് ശരിയായ പ്രസ്താവന അല്ലേ. നുദ്ഫിനുൽ മവാദിൽ പ്ലാസ്റ്റിക് ഫിൽ അർള്, പ്ലാസ്റ്റിക് നമ്മൾ ഭൂമിയിൽ കുഴിച്ചു മൂടണം, തെറ്റാണ് അല്ലേ. ലാ തർമുൻ നുഫായാത്ത് ഇല മവാരിദിൽ മിയാഹ്, ഇതാണ് വേസ്റ്റുകൾ നിങ്ങൾ വാട്ടർ സോഴ്സിലേക്ക് വലിച്ചെറിയരുത്. അപ്പോൾ 2ഉം 4ഉമാണ് ശരി. ഏതാ ഉത്തരം വരിക? ഡി ആണ് ഉത്തരം വരിക. ഓക്കെ. അടുത്ത ചോദ്യം നുൻഷിദ് വ നജീബ്, വായിക്കുക, പാടുക, ഉത്തരം കൊടുക്കുക. ഫറഗ മുനീർ വാസ്തികഹുമിന തൻലീഫ്, മുനീറും കൂട്ടുകാരും വൃത്തിയാക്കൽ കഴിഞ്ഞു. ഫിസാഅത്തിൽ ഖാമിസത്തി മസാ, വൈകിട്ട് 5 മണിക്ക്. ബഅദ തൻലീഫ്, വൃത്തിയാക്കിയതിന് ശേഷം ഇസ്തറാഹു തഹ്ത ഷജറ, മരത്തിൻ്റെ താഴെ അവർ വെയിറ്റ് ചെയ്തു. ബിജാനിബിൽ ജദുവൽ, എവിടെ? ഈ തോടിൻ്റെ അടുത്ത്. ഫൻഷദ രാജു നഷീദ, അപ്പോൾ നഷീദ് രാജു ഒരു പാട്ട് പാടി. അനിൽ ജദുവലിൻ നദീഫ്, വൃത്തിയുള്ള തോടിനെക്കുറിച്ച്. ചോദ്യം ഫി ഐ സാഴത്തിന് ഫറഗു മിന തൻലീഫ്, ഏത് സമയത്താണ് അവർ വൃത്തിയായി കഴിഞ്ഞത്? ഫിസായത്തുൽ ആഷിറ, ഫിസായത്തുൽ റാബിയ, ഫിസായത്തുൽ ഖാമിസ. ഫിസായത്തുൽ ഖാമിസയാണ് അല്ലേ. അങ്ങനെ എന്നോട് പറഞ്ഞതാണ് ഫിസായത്തുൽ ഖാമിസ. ഇനി നുൻഷിദിൽ മൻലു വനഖ്താർ സത്രൽ മുനാസിബുൽ തസ്രീഹാത്തി താലിയ, ഇവിടെ ഈ പദ്യം നമ്മൾ പഠിച്ചാണല്ലേ. തആലു മഅ അയ്യുഹൽ അസ്തിഖാ നൻഷുദ്ദുൽ അയാദി സബാഹ മസ, നമ്മൾ പാഠത്തിലുള്ളതാണ് അല്ലേ. ഇതിനെ പറ്റിയ ഇവിടെ കുറച്ച് വാചകങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൈലുൻ നുഫായാത്തി ഖതറുൻ അലീമുൻ ലിൽ അർള് അല്ലേ. ഈ വേസ്റ്റിൻ്റെ ഒഴുക്ക് ഭൂമിക്ക് വലിയ അപകടമാണ് എന്ന് പറയുന്ന വരി ഏതാണ്? അതേ വാചകങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ. ഇതാണ് ഉത്തരം വരിക. സൈലുൻ നുഫായാത്തി ഫി കുല്ലി ആമിൻ യുഹദ്ദിദ് കൗകബന ബിൽ ഫനാ അല്ലേ. നമ്മുടെ പ്രകൃതിക്ക് എന്താണ്? ദോഷകരമാണ്. പിന്നെ അടുത്തത് ദുഖാനുൽ മസാനി സബബുൻ ലിൽ അസ്ഖാമിൽ അദീദ, എന്താണ്? മസാനി ഫാക്ടറിയിലെ പുക നമ്മുടെ വിവിധ രോഗങ്ങൾക്ക് കാരണമാണ്. ഏതാ പറയണ ഇവിടെ? അതേ വാചകം കൂടി അല്ലേ. 2
ദുഹാനുൽ മസാനി യുസിൽ അനാം യുസബിബു ഷത്ത ലുറൂബസിഖാം കൊടുക്കാം. നെഖ്താറു സത്തറ മുനാസിബൻ ലിസൂറ, ഈ ചിത്രത്തിന് അനുയോജ്യമായ പറയുന്നത് ഇവിടെ കൈകൾ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് അല്ലേ. ഏതാ വരിക? നഷുദ്ദുൽ അയാദി, ഇത് വരും. 3 തആലു മഅയ്യ അയ്യുഹൽ അസ്ദിഖാ നഷുദ്ദുൽ അയാദി സബാഹ മസ. ഓക്കെ അല്ലേ. ഇനി നക്തുബു ഉൻവാനൻ മുനാസിബൻ ലിൽ മദ്ലൂം, ഈ പദ്യത്തിന് അനുയോജ്യമായ ഒരു എന്താണ് ഇത് കൊടുക്കുക എന്നുള്ളത്. എന്ത് കൊടുക്കാം? ഹയ്യ നഹ്മിൽ ബിഅ, നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാമെന്നോ ഇത് വേണം കൊടുക്കാം അല്ലേ. നമ്മുടെ ഇതിലുള്ള പഠിച്ച അതിനുള്ള എന്താണ് നമ്മുടെ ബുക്കിലുള്ള അതേ ഹെഡിങ് കൊടുക്കാം. ഹയ്യ നഹ്മിൽ ബിഅ, നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം എന്നൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി 4ാമത്തെ പ്രവർത്തനം നഖറ വനുജീബ്, വായിച്ചുത്തരം കൊടുക്കുക. വഫിൽ മസാഹി ദഹബ മുനീർ, വൈകുന്നേരം മുനീർ പോയി. വാസ്തികാഹു, കൂട്ടുകാരും പോയി. ലിമുഷാഹദത്തി മഹറജാനിൽ മഅറദ്, എക്സിബിഷൻ കാണാൻ. ഫി കാഴത്തിൽ മക്തബത്തി അൽ ഖറിയ, എന്താണ് ഗ്രാമത്തിലെ ലൈബ്രറി ഹാളിൽ. ഷാഹദു ഹുനാക്ക അക്ഷാക്കൻ മുഖ്തലിഫ്, അവിടെ കുറേ സ്റ്റാളുകൾ ഉണ്ടായിരുന്നു. ഫസാറു കഷ്കൻലി മഅരദി ഉംലാത്തിൽ ബിലാദ്, വിവിധ നാടുകളുടെ കറൻസിയുള്ള ഒരു എക്സിബിഷൻ ഹാളിലേക്ക് അവർ പോയി. അപ്പോൾ കുഷ്കൻ യുഷജ്ജിഉ അലൽ അഅ്മാലി ദിറാസിയ അൽ ഉലിയ, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ്റെ എന്താണ് അതിനെക്കുറിച്ച് പറയുന്ന എന്താണ് ഒരു ഹാളുണ്ട്, ഒരു സ്റ്റാളുണ്ട്. വല്ല അഅ്മാൽ മുഖ്തലിഫ്, അതുപോലെ വ്യത്യസ്ത വേറെ ജോലികളും. അപ്പോൾ ഒഴിജിബു ബിദാലിക്, അവർക്ക് അത് കണ്ടിട്ട് അത്ഭുതമായി. അപ്പോൾ ഇവിടെ ചോദ്യം, ഇലാ അയിന ദഹബ മുനീർ വാസ്തികാഹു, മുനീറും കൂട്ടുകാരും എവിടേക്കാണ് പോയത്? ലി മുഷാഹദത്ത് മഹറജാനിൽ മഅ, എവിടേക്കാണ് പോയത്? മക്തബത്തിൽ ഖറിയ അല്ലേ. അപ്പം ആ ഉത്തരമാണ് മക്തബ. അടുത്തത് ഇഖ്തർ ജംഅ കലിമത്ത് കുഷ്ക്, കുഷ്കിൻ്റെ ജം എന്താണ്? ഇവിടെ പറയണ്ടല്ലോ അക്ഷാക്ക്, ഇതാണ് ഉത്തരം, അക്ഷാക്ക്. അടുത്തത് നസിൽ ബൈനൽ ഉംലാദ് വൽ ബിലാദ് വനക്തുബ് ജുമലൻ കമാഫിൽ മിസാൽ, ഉദാഹരണം ഈ കറൻസികളും രാജ്യങ്ങളും തമ്മിൽ ചേർക്കാൻ. ഖത്തറിൻ്റെ കറൻസി ഏതാ? ഖത്തർ റിയാൽ അല്ലേ. സ്വീൻ, ചൈന യുവാൻ, അമേരിക്ക ഡോളർ അല്ലേ. കുവൈറ്റ് ദീനാർ, പിന്നെ ഹിന്ദ് റൂബിയ. ഇങ്ങനെ ചേർത്താൽ മാത്രം പോരാ, ഇതുപോലെ സെൻറ്റൻസ് ആക്കി എഴുതണം. ഉദാഹരണം പറഞ്ഞാൽ ഉംലത്തു സീൻ യുവാൻ അല്ലേ, ഇങ്ങനെ ചേർത്തിരിക്കണം. അടുത്തത് ഉംലത്തു ഖത്തർ റിയാൽ, അടുത്തത് ഉംലത്തു അമേരിക്ക എന്താണ് ഡോളർ, അങ്ങനെ കൂട്ടി എഴുതണം. മനസ്സിലായോ? അതാണ് അതിൽ ചെയ്യേണ്ടത്. 4 5 ഇനി താഴെയുള്ള സെൻറ്റൻസുകൾ വായിക്കുക, അതിൽ ശരി തെറ്റ് ഏതൊക്കെയാണ് പറയുക എന്നുള്ളതാണ്. അന തൊബീബുൻ അഫസുൽ മർദ, ഞാൻ ഡോക്ടറാണ്, രോഗിയെ പരിശോധിക്കും. ശരിയാണല്ലേ. അന മുദരിസത്തുൻ ഉഫ്സിദുത്തുല്ല, ഞാൻ ടീച്ചറാണ്, കുട്ടികളെ നശിപ്പിക്കും. തെറ്റാണ്. അന ഷുർത്തിയുൻ അൻസുറു സാരിഖ്, ഞാൻ പോലീസാണ്, ആരാണ് കള്ളനെ സഹായിക്കും. തെറ്റാണ് അല്ലേ. അന മുഹന്ദിസുൻ ഉസാഇദുൻ നാസ അലൽ ബിനാ, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ വീട് നിർമ്മിക്കും. ശരിയാണ്. അപ്പം 1 4, 1 4 ശരി ഏതാണ്? 4 അല്ലേ. 1 and 4 സഹീഹ്. ഓക്കെ. ഇനി നമുക്ക് 5A നഖറ വനുക്മിൽ, വായിക്കാം, പൂർത്തിയാക്കാം. ഹസല മുനീർ അല ഇഅ്ലാൻ, മുനീറിന് ഒരു പരസ്യം കിട്ടി. ലി ദൗറത്ത് കമ്പ്യൂട്ടർ മിനൽ മഅറദ്, ഇവിടെ നിന്ന് എക്സിബിഷനിൽ ഒരു കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ പരസ്യം കിട്ടി. വഹിയ ദൗറത്തുൻ തുദറസുൽ കമ്പ്യൂട്ടർ, അത് കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. അയ്യാമുൽ ഉത്തല, വെക്കേഷനിൽ. അസമ മുനീർ അല ഇർസാലി സീറത്ത് ദാത്തിയ, അവനെന്ത് ചെയ്തു? അവൻ്റെ ബയോഡാറ്റ അയച്ചു. ദിറാസത്തിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട്. അസമ മുനീർ അല സീറത്ത് ദാത്തിയ, മുനീർ സീറത്ത് ദാത്തി അയച്ചെന്തിനാ? ദിറാസത്ത് സിയാഹ, ടൂറിസം പഠിക്കാൻ. ദിറാസത്തിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ. ദിറാസ റസ്മ, ഡ്രോയിങ് പഠിക്കാൻ. കമ്പ്യൂട്ടർ പഠിക്കാൻ അല്ലേ. അപ്പോൾ 2ാമത്തെ ഉത്തരം. ഇത് സീറത്ത് ദാത്തിയ,
ഇവിടെ സിയറാദാത്തിയെ തയ്യാറാക്കാനാണ്. അൽ ഇസ്മുൽ കാമിൽ. ഇസ്മുൽ കാമിൽ എന്ത് വരും? ഇവിടെ ആരാണ്? മുനീർ അല്ലേ? അപ്പോൾ മുനീർ എന്ന് കൊടുക്കണം ഇവിടെ അല്ലേ? മുനീർ. പിന്നെ അൽ ഉൻവാൻ, അഡ്രസ്സ് എന്ത് വേണമെങ്കിലും കൊടുക്കാം, നിങ്ങളുടെ അഡ്രസ്സും കൊടുക്കാം അല്ലേ? അല്ലെങ്കിൽ ബൈത്തു മുനീർ, മുനീറിൻ്റെ വീട്. അൽ ഉമർ, വയസ്സ് കൊടുക്കാം അല്ലേ? വയസ്സ് കൊടുക്കുമ്പോൾ എത്ര കൊടുക്കണം? 7ാം ക്ലാസ് ആകുമ്പോൾ 13-12 വയസ്സൊക്കെ ആയിരിക്കും അല്ലേ? പിന്നെ ഇസ്മുൽ വാലിദ്, എന്താണ് വാപ്പാടെ പേര്, അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം, നിങ്ങളുടെ വാപ്പാടെ പേര് കൊടുക്കാം. ഇസ്മുൽ വാലിദ് അതൊക്കെ കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത് നുതർജിം, ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. റഖ്മു ജവാസ് സഫർ, ഇതാണ് പാസ്പോർട്ട് നമ്പർ എന്നാണ്. ഇതാണ് പാസ്പോർട്ട് നമ്പർ. അൽ മുഅഹിലാത്ത് എന്ന് പറഞ്ഞാൽ ക്വാളിഫിക്കേഷൻസ്, എന്താണ് ക്വാളിഫിക്കേഷൻസ്, അതാണ് ഈ ട്രാൻസ്ലേഷൻ. ഇനി അടുത്തത് ബി, ഇതില്ലെങ്കിൽ 5-ൽ എയോ ബിയോ എഴുതിയാൽ മതി. നഖ്റ തർജമത്ത് മൗലാന അബുൽ കലാം ആസാദ് വനുക്മിൽ ബയാനാത്ത് ഷഖ്സിയ. ഇവിടെ മൗലാന അബുൽ കലാം ആസാദിൻ്റെ തർജമത്തുൽ ഹയാത്ത് വായിച്ചിട്ട് ബയാനാത്ത് ഷഖ്സിയ പൂരിക്കാൻ. ഖദ്ദമ രാജു ബയാനൻ അൻ മൗലാന അബുൽ കലാം ആസാദ്. അബുൽ കലാം ആസാദിനെ കുറിച്ച് എന്താണ് രാജു ഒരു കുറിപ്പ് തയ്യാറാക്കി. ഈ മുനാസബത്തിൽ യൗമുൽ വത്തനിൽ തഅലീം, എപ്പോഴാണ്? നവംബർ 11, ദേശീയ വിദ്യാഭ്യാസ ദിനത്തിൽ. ഫി താബൂർ സബാഹ് ഫിൽ മദ്രസ, സ്കൂളിലെ അസംബ്ലിയിൽ. എന്താ അവനെ സമർപ്പിച്ചത്? ഹുവ മുഹിയുദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ അൽ മഅറൂഫ്. അദ്ദേഹത്തിന് മുഴുവൻ പേരാണ് മുഹിയുദ്ദീൻ അഹമ്മദ് ബിൻ ഖൈറുദ്ദീൻ അൽ മഅറൂഫ് ബിൽ ലഖബി അബുൽ കലാം. അബുൽ കലാം അദ്ദേഹം അറിയപ്പെട്ടത് ലി കൗനിഹി ഖതീബൻ മാഹിറ, അദ്ദേഹം ഒരു നല്ലൊരു പ്രഭാഷകനായിരുന്നു. ബുലിദ ബി മക്കത്തിൽ മുക്കറമ ഫിൽ 11 നവംബർ സനത്ത് 1988 നവംബർ 11. വാലിദുഹു ഖൈറുദ്ദീൻ, ഉപ്പയുടെ പേര് ഖൈറുദ്ദീൻ. വാലിദത്തുഹു അത്തിയ, ഉമ്മയുടെ പേര് അത്തിയ. സാർ അബുൽ കലാം ആസാദ് മുഫക്കറൻ ആലിമൻ, അബുൽ കലാം ആസാദ് വലിയൊരു പണ്ഡിതനായി തീർന്നു അല്ലേ? ഷാറക്ക ചിന്തകൻ ഫി ഹർക്കത്ത് ഇസ്തിഖ്ലാൽ ഹിന്ദ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. അസ്ബഹ ആസാദ് അവല വസീർ തഅലീം ഫി വിസാറത്ത് ജവഹർലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായി. അല്ലഫ അദീദ മിനൽ കുതുബ് മിസ്ല തർജുമാൻ അൽ ഖുർആൻ വൽ ഹിന്ദു തനാലുൽ ഹുജിയ, ഈ 2 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. തൂഫിയ ബി ഡൽഹിയിൽ മരിച്ചു. 1957 ഫെബ്രുവരി 7 മരിച്ചു. നെഹ്തഫ്ലു ബി യൗമി മീലാദിഹി നവംബർ 11. നവംബർ 11 അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മളെങ്ങനെ ആഘോഷിക്കുന്നു? ബിവൈമുൽ വത്തനിൽ തഅലീം, ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. ചോദ്യം 1, ഫി ഐ യൗമിൻ നെഹ്തഫ്ലു ബി യൗമി വത്തനിൽ തഅലീം, ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നതാണ് നവംബർ 11. ഇനി അദ്ദേഹത്തിൻ്റെ ബയാനാത്ത് ഷഖ്സിയ. ഇസ്മുൽ കാമിൽ എന്താണ് വരിക? ഞാൻ നേരത്തെ കാണിച്ചു അല്ലേ? ഇസ്മുൽ കാമിൽ ഒന്ന് മാക്കട്ടെ മക്കളെ. ഇസ്മുൽ കാമിൽ വരിക എന്താണ്? മുഹിയുദ്ദീൻ അഹമ്മദ് ബിനു ഖൈറുദ്ദീൻ. ഇനി മക്കാനുൽ വിലാദ, ജനിച്ച സ്ഥലം എവിടെ വരും? ഉലിദ മക്കത്തുൽ മുക്കറമ എന്ന് എഴുതണം. ഓക്കെ, ഇപ്പോൾ 1, 2, 3, 4, 5, 6 അല്ലേ? 3 നോക്കാം. താരീഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ് ഏതാ വരിക? നവംബർ 11, 1999 അല്ലേ? ഇതൊന്ന്, ഇത് 2. ഇനി 4 ഇസ്മുൽ വാലിദിൻ്റെ പേയുടെ പേര് എന്താ പറയുന്നുണ്ട്? ഖൈറുദ്ദീൻ. 4 അല്ലേ? 5 എന്താ? മുഅല്ലഫ, അദ്ദേഹത്തിൻ്റെ രചനകൾ ഏതൊക്കെയാ? ഇത് 2ആണ് അല്ലേ? 5. പിന്നെ 6 താരീഖുൽ വഫാത്ത്, മരിച്ച ഡേറ്റ് അല്ലേ? ഫെബ്രുവരി 1958. 6. ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി മൻ ഹുവ അവ്വലു വസീർ തർബിയ വ തഅലീം ഫിൽ ഹിന്ദ്, ഇന്ത്യയുടെ ആയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ആരാന്നറിയാലോ? അദ്ദേഹത്തിൻ്റെ ഈ പേര് അല്ലേ? ഇത് തന്നെയാണ് ഉത്തരം. മുഹിയുദ്ദീൻ അല്ലെങ്കിൽ അബുൽ കലാം ആസാദ് എന്ന് കൊടുത്താലും മതി. ഇനി 6ൽ എയും ബിയും ഉണ്ട്. ബഅദ ഉസ്ബുഅൻ നുക്മിലുൽ മുഖാബല, ഇവിടെ
ഒരു ഇൻ്റർവ്യൂ പൂർത്തിയാക്കാനാണ്. ബഅദ ഉസ്ബൂഇൻ കുറച്ച് ആഴ്ചയ്ക്ക് ശേഷം ഹസല മുനീർ അൽ റിസാല മുനീറിനൊരു കത്ത് കിട്ടി മിൻ മർക്കസിൽ കമ്പ്യൂട്ടർ സെൻ്ററിൽ നിന്ന്. ഇസ്തലംന സീറത്തക ദാത്തിയ നിങ്ങളുടെ ബയോഡാറ്റ കിട്ടി. നെർജു മിൻക അൽ ഹുദൂർ നിങ്ങൾ ഹാജരാവണം. എപ്പോൾ 21/12/2025 ഹാജരാകണം. യൗമൽ അഹദ് ഏത് ദിവസം? ഞായറാഴ്ച. ഫിസായത്തിൽ ആഷറ 10 മണിക്ക്. സബാഹൻ രാവിലെ. ലിൽ മുഖാബലത്തി ഫിൽ മർക്കസ് സെൻറ്ററിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് കൂടിക്കാഴ്ച അല്ലേ. എന്നിട്ടോ അപ്പോൾ ചോദ്യം ഫി ഐ യൗമിൻ തൊലബ മിൻഹുൽ ഹുദൂറ യൗമുൽ മുഖാബല ഏത് ദിവസമാണ് ഹാജരാവാൻ പറഞ്ഞത്? രണ്ടല്ലേ, യൗമുൽ അഹദ്. ഇതാണ് ഉത്തരം. അടുത്തത് നുക്മുലുൽ മുഖാബല പൂർത്തിയാക്കാം. മുനീർ വന്നു അല്ലേ. മുനീർ ആദ്യം വന്നപ്പോൾ സാറിനെ കണ്ട് സബാഹ് അൽ ഖൈർ അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ മുവല്ലഫു സബാഹന്നൂർ ഉദ്യോഗസ്ഥൻ സബാഹന്നൂർ എന്ന് പറയും. ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ തഫദ്ദൽ വസ്തരഹ് ഇരിക്കാൻ പറഞ്ഞപ്പോൾ മുനീർ എന്ത് പറയും? ശുക്രൻ അല്ലേ. ശുക്രൻ നന്ദി എന്ന് വേണമെങ്കിൽ പറയാം. നന്ദി, താങ്ക് യു. ഫി ഐ സഫിൻ എന്ത് ഏത് ക്ലാസ്സിലാണ്? ഒന്ന് പറയും. ക്ലാസ്സിൽ എത്രല്ല? ഫി സഫി സാബി എന്ന് പറയാം. സഫി സാബി 7ാം ക്ലാസ്സിൽ. കമമ്പുറക്ക് എത്ര വയസ്സാണ്? 13 പറയാം. ഫി ഐ മജാലിൻ തുരീദ് ഏത് മേഖലയാണ് വേണ്ടത്? അപ്പം മജാലു കമ്പ്യൂട്ടർ അല്ലേ. കമ്പ്യൂട്ടർ മേഖല. മജാലു കമ്പ്യൂട്ടർ അല്ലേ. ഹസൻ നത്തസുൽ ബിക ലാഹിക്കൻ നിങ്ങൾ വീണ്ടും കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ മുനീർ ശുക്രൻ വീണ്ടും ശുക്രെന്നോ ഇലല്ലിഖാന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഇനി 6ബിയോ നുക്കുമലിൽ ഹിവാർ പൂർത്തിയാക്കാം. ബഅദൽ മുഖാബല ഇൻ്റർവ്യൂവിന് ശേഷം ദഹവ മുനീർ ഇല ദുക്കാനിൽ ആസിയർ മുനീർ എവിടേക്ക് പോയി? ജ്യൂസ് കടക്ക് പോയി. ഫലക്കിയ സ്വദീഖഹു അപ്പോൾ ബാബുവിനെ കണ്ടു. വജറ ഹിവാർ അവർ തമ്മിൽ ഹിവാർ നടന്നു. നുജീബ് ഒന്നാമത് ചോദ്യം ബിമൻ ലക്കിയ മുനീർ ആരെയെ കണ്ടത്? ബാബുവിനെ അല്ലേ. ഇനി നുക്കുമലിൽ ഹിവാർ എന്താണ്? ബാബു അസ്സലാമു അലൈക്കും. അപ്പോൾ തിരിച്ചു മറുപടി വ അലൈക്കും അസ്സലാം അല്ലേ. വ അലൈക്കും അസ്സലാം. കൈഫ വസൽതഹുന എങ്ങനെ ഇവിടെ വന്നത്? എങ്ങനെ വന്നു എന്ന് പറയാം. ബി സയ്യാറ കാറിൽ വന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ബി സയ്യാറാന്നോ ബിൽ ഹാഫിലാന്നോ ബിൽ ജവ്വാലിനോ എന്ത് വേണം പറയാട്ടോ. ഈ ഐ മദ്രസത്തിന് അന്തൽ നീ ഏത് സ്കൂളിലാണ്? അപ്പോൾ ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ അല്ലേ. സ്കൂളിൻ്റെ പേര് പറയാം. ഗവൺമെൻറ് സ്കൂൾ. ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ. ഈ ഐ മദ്രസത്തിൻ നീ ഏത് സ്കൂളിലാണ്? അപ്പോൾ ഇവനും പറയും അല്ലേ. ഫിൽ മദ്രസത്തിൽ ഹുക്കൂമിയ അത് തന്നെ പറയാം. സ്ഥലപ്പേരും കൊടുക്കാം. ലിമാദ ജയ്തുഹുന എന്തിനാ വന്നത്? ലിൽ മുഖാബലത്തി ഫി മർക്കസി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് അല്ലേ. ലിൽ മുഖാബലത്തി ഫി മർക്കസി അൽ കമ്പ്യൂട്ടർ കൈഫക്കാനത്തിൽ മുഖാബല എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? ഹസനൻ അല്ലെങ്കിൽ സഹീഹ് അല്ലതായി ലാബാസ് എന്ത് വേണമെങ്കിൽ പറയാം. ഹസനൻ ലാബാസ് കുഴപ്പമൊന്നുമില്ല. അൽ തുരീദ് അൻ തുസാഹിബുമായി ഇല ബൈത്ത് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നു വെച്ചു. അപ്പം എന്ത് പറയും? ഞാൻ അല്ലേ. ഞാൻ ബാഴു ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ ഇല്ല എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവാം. ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട് ല എന്നാ പറഞ്ഞിട്ടുണ്ടാവാം കേട്ടോ. ലാ ബാഴു ഞാൻ പിന്നെ വരാം. അപ്പം ശുക്രൻ അവസാനം ശുക്രൻ അഫ്വൻ. ഓക്കെ, ഇത്ര എഴുതിയ നമ്മുടെ ഹിവാർ പൂർത്തിയായി. സിമ്പിളല്ലേ മക്കളെ? ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറുകളും. മക്കൾ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.